എൻ്റെ പേര് റജീല. ഞാൻ മലപ്പുറത്തുനിന്ന് ചുങ്കത്ര പറഞ്ഞ സ്ഥലത്തുനിന്ന് വരികയാണ്. ഞാനിവിടെ 2022 ഒക്ടോബർ 10 ഇവിടെ ഫസ്റ്റ് വരുന്നത്. എനിക്ക് ജോലി തയ്യലാണ്. തയ്യൽ കടയിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തിലെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസനം മാതാവിനെ കുറിച്ച് അറിയണത്. ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാനിത് അറിയണത്. എനിക്ക് 23 വർഷമായിട്ട് സോറിയാസിസ് അസുഖം ഉണ്ടായിരുന്നതാണ്. രണ്ട് കണ്ണല്ലാതെ എല്ലാ ഭാഗത്തും അസുഖം, മുറിവും ഭയങ്കര ചൊറിച്ചിലും അങ്ങനെ അസ്വസ്ഥതയായിട്ട് പോകാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. ഒരുപാട് മരുന്ന് കഴിച്ചു, ആയുർവേദം നോക്കി, ഹോമിയോ മരുന്ന് നോക്കി, ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചു, കുറേ നോക്കി. പൈസ ഒരുപാട് ചിലവായി. 8-9 ലക്ഷം രൂപ കടം വന്നു എന്ന് അല്ലാതെ എനിക്കൊരു മാറ്റവും വന്നില്ല. ലാസ്റ്റ് കടം വീട്ടാൻ മാർഗമില്ലാതെ വീട് വിൽക്കേണ്ടി വന്നു. വീട് വിൽക്കാൻ കുറേ ഞാൻ ശ്രമിച്ചു, വീട് വിൽക്കാനും എനിക്ക് പറ്റണില്ല. അങ്ങനെ അസുഖവും മാറിയില്ല, കടവും വന്ന് അങ്ങനെ ഒരുപാട് സങ്കടത്തിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് എന്നോട്, ഇങ്ങനെ ഒരു മാതാവ്, കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ നടക്കും, പോയി നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറേ എല്ലാം ചെയ്തു നോക്കി. ഇനി ഇതും കൂടി ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഇവിടെ വന്നത്. ഫസ്റ്റ് ഉടമ്പടിയിൽ ഞാൻ എഴുതിയത് ആദ്യം എൻ്റെ അസുഖം മാറിത്തരണം എന്നാണ്. അസുഖം പൂർണ്ണമായിട്ടും മാറുകയാണെങ്കിൽ ഞാൻ മാതാവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കും, അതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഫസ്റ്റ് ഉടമ്പടിയിൽ എഴുതിയത്. എനിക്ക് 3 മാസം തീർന്നതിൻ്റെ മുമ്പ് തന്നെ എൻ്റെ ചൊറിച്ചിലൊക്കെ മാറി, ഒരു 3/4% മാറി, അസുഖം മാറി. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അതിൽ ഞാൻ രണ്ടാമത് വീണ്ടും ഉടമ്പടി പുതുക്കാൻ ഞാൻ ഇവിടെ വന്നു. അതിൽ ഞാൻ എഴുതി എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ അസുഖം മാറിത്തരണമെന്ന്. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്ക് ആ അസുഖം പൂർണ്ണമായിട്ടും മാറിയിരിക്കണ്. ഒരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇവിടുന്ന് തന്ന വെഞ്ചരിച്ച തൈലാണ് ഞാൻ പുരട്ടിയത്. അത് മാത്രമേ ഞാൻ മരുന്നാക്കി ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ എൻ്റെ വീട് വിൽക്കാൻ വേണ്ടി രണ്ടാമത് എഴുതി. 5 വർഷമായിട്ട് ഞാൻ നോക്കുന്നുണ്ട്, വീട് വിൽക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ വന്ന് എഴുതി പോയിട്ട് എൻ്റെ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് എനിക്ക് വീട് വിൽക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഞാനും ഹസ്ബൻഡും ഡൈവേഴ്സായിട്ട് പിരിഞ്ഞ് നിൽക്കുക. എനിക്ക് 2 മക്കളുണ്ട്. ജോലി തയ്യലാണ്. എനിക്ക് കടം വീട്ടാൻ വേറൊരു മാർഗ്ഗമല്ല. അങ്ങനെ വീട് വിൽക്കാൻ വേണ്ടി എഴുതി. ഇവിടെ വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ വീട് വിൽക്കാൻ എനിക്ക് പറ്റി. അത് വിറ്റ് കടമൊക്കെ വീട്ടി. പിന്നെ എനിക്ക് 2 മക്കളിൽ ഒരു മോളാണ്. മോളെ കല്യാണപ്രായമായി. കല്യാണത്തിനും ഇതുപോലെ എന്നെ സഹായിക്കാൻ ആരുമില്ല. പൈസ തന്നാണ്ട് സഹായിക്കാൻ മാത്രം എനിക്ക് ആരുമില്ല. കുടുംബക്കാരായാലും ആരായാലും ഇല്ല. ഇന്നത്തെ കാലത്ത് 1000-2000 ഉറുപ്പ്യ വരെ കടം തരാത്ത കാലത്ത് എനിക്ക് ലക്ഷങ്ങളാണ് ആവശ്യം എൻ്റെ മോളെ കല്യാണത്തിന്. ഞാനൊരു KSF ചിട്ടിയിൽ കൂടി. അത് ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് 8 വർഷത്തെ KSF ആണ്. അതൊന്നും എനിക്ക് കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാലും ഞാനൊരു പരീക്ഷണം പോലെ ഇവിടെ വന്നിട്ട് ഞാൻ 3ാമതും ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ എൻ്റെ മോളെ കല്യാണം നടത്താൻ എനിക്ക് മുന്നിൽ വേറൊരു മാർഗ്ഗമില്ല. സഹായിക്കാൻ ആരുമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം എൻ്റെ മുന്നിൽ കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. എനിക്ക് എൻ്റെ മോളെ കല്യാണത്തിൻ്റെ തലേ ആഴ്ച എനിക്ക് എൻ്റെ KSF കിട്ടി. എൻ്റെ മോളെ കല്യാണം ഞാൻ നല്ല ഇതിൽ ഞാൻ നടത്തി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വയറുവേദന വന്ന ആശുപത്രിയിൽ പോയി. അപ്പോഴാണ് 2 കിഡ്നിയിൽ സ്റ്റോണാണെന്ന് അറിയണത്. 5 സ്റ്റോണുണ്ട് 2 കിഡ്നിയിലും കൂടി എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാതെ മാറൂല എന്ന് പറഞ്ഞപ്പം അതിന് പൈസ ഇല്ലാത്തതുകൊണ്ട് ഓപ്പറേഷത്തിനൊന്നും ഞാൻ പോയില്ല. ഞാൻ മാതാവിൽ വിശ്വസിച്ച് 4ാമത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാനത് എഴുതിയാണ്ട് എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വയറിലൊരു ചുമപ്പ് വന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞ് സ്കാൻ ചെയ്തു. അത് സ്കാൻ ചെയ്ത ഡോക്ടർക്ക് പോലും അത്ഭുതം, എന്ത് മരുന്നങ്ങൾ കഴിച്ച കിഡ്നിയിലെ കല്ലൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഞാനിങ്ങനെ ഒരു ഉടമ്പടി കൃപാസന മാതാവിനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ അവർക്കത് കേട്ടിട്ട് അത് ഞങ്ങൾ കേട്ടിക്കണ്, പക്ഷെ അതുകൊണ്ടാണോ മാറിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സത്യമായിട്ടും അതുകൊണ്ടാണ് മാറിയത്. ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. ഓപ്പറേഷത്തിന് പോകാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല. അതിൽ ഞാൻ വിശ്വസിക്കണം, അതുകൊണ്ടാണ് പോയതെന്ന് പറഞ്ഞു. എൻ്റെ നാട്ടുകാർക്കറിയാം എന്നെ. ഞാൻ ഇത്രയും ഇപ്പോൾ ഞാൻ വീട് വിറ്റിട്ട് മോളെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ വാടകയ്ക്കാണ് പാർക്കണത്. വാടക കൊടുക്കാൻ കഴിയാതെ ജോലി ചെയ്ത് ഈ തയ്യൽ ജോലി ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ട് വീടാവില്ല, കടങ്ങൾ വീടാൻ കഴിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മോള് പറഞ്ഞു എന്നോട്, മോള് കല്യാണം കഴിച്ച് പോയി, പിന്നെ ഒറ്റക്കല്ലേ, എന്നാൽ വേറെ ഒരു കല്യാണം നോക്കാം. അങ്ങനെ ഒറ്റക്കായിട്ടാണ് ഉമ്മക്ക് ഒറ്റപ്പെട്ട ഫീൽ വരുന്നത്.
അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 41ാമത്തെ വയസ്സിൽ എനിക്ക് ഇനി ഒരു കല്യാണമൊന്നും വേണ്ട, അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞപ്പം ഇല്ലമ്മ നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ വേഗം ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അത് നല്ലതാണെങ്കിൽ എനിക്ക് അതുപോലെ ഒരു ജീവിതം വേണമെന്ന്, അല്ലാതെ എന്നെക്കൊണ്ട് ഇനി കഴിയൂല. എൻ്റെ മോന് 23 വയസ്സായി, 5 വർഷമായിട്ട് മൊബൈൽ ടെക്നീഷ്യൻ പഠിച്ചിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിൽക്കുക, അത് ശരിയായിട്ടില്ല. പിന്നെയും കടങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇതിൽ എന്തെങ്കിലും ഒരു നന്മ എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതാണ്. എനിക്കൊരു വീട് വേണം, എൻ്റെ കടങ്ങൾ വീടണം, എനിക്കൊരു ജീവിതം വേണം. അത് ഞാൻ ലാസ്റ്റ് ഇവിടെ 3 മാസം മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയത്. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നത് ഞാൻ അത്ര സന്തോഷത്തിലാണ്. ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ 2 മക്കൾക്ക് ആരും ഇല്ലാതായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് ഇവിടെ വന്നത്. ഇന്ന് ഞാൻ അതൊക്കെ മറന്നിപ്പോൾ എനിക്ക് ഒരു ടെൻഷനില്ല, ഒരു സങ്കടങ്ങളില്ല. കഴിഞ്ഞ ആഴ്ച എൻ്റെ വീടിൻ്റെ കൂടിയിരിക്കലേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ല ഒരാളെ തന്നെ അത് മാതാവ് തന്നു എന്ന് ഞാൻ 100% വിശ്വസിക്കണ്. ആ ആൾ വന്ന് എനിക്ക് ഒരു വീടും സ്ഥലവും മേടിച്ചു തന്ന്, എൻ്റെ കടങ്ങൾ വീട്ടിൽ തന്ന്, എൻ്റെ മക്കൾക്കും നല്ല ഒരാളായി, എനിക്കും നല്ല ഒരാളായി. ഇന്ന് ഞാൻ സന്തോഷിച്ചാണ്. എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. എൻ്റെ നാട്ടുകാർക്കറിയാം ഞാനിന്ന് ഇവിടെ വന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടി സാക്ഷ്യം പറയാനാണെന്ന്. അതിന് ഒരു സാക്ഷികളാവാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ നാട്ടുകാർ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയും ഞാൻ വിശ്വസിക്കുന്നു മാതാവിൽ. ഇങ്ങനെ ഒരവസരം തന്നതിന് മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ കിട്ടി, മാതാവിൻ്റെ ഇനി വേണ്ടാന്ന് ഞാൻ വെക്കൂല. എനിക്ക് ഇനി ഇവിടെ വരണം, ഉടമ്പടി പുതുക്കണം, ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട്. കിട്ടുന്ന കൃപാസന പത്രം ഞാൻ എൻ്റെ തയ്യൽ കടയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുത്തിണ്. അതുപോലെ ആശുപത്രി കൊണ്ടുപോയി കൊടുത്തിണ്, കല്യാണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ കൊണ്ടു കൊടുത്തിണ്. എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം ഞാൻ ആര് വിഷമം പറഞ്ഞാലും ഞാൻ ഓരോരുത്തൊക്കെ ഞാൻ തെളിവടക്കം എൻ്റെതാണ് തെളിവ്, ഞാനാണ് തെളിവ് പറഞ്ഞിട്ട് എൻ്റെ അസുഖങ്ങൾ ഇപ്പം നിങ്ങൾക്കൊക്കെ കാണാം. എൻ്റെ കൈമ്മലും കാലുമ്മലും ഒക്കെ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ മുറിവായി ചൊറിഞ്ഞ് ഞാൻ ചൊറിയാതെ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ആയപ്പോൾ ഞാൻ തെളിവ് കാണിച്ചു കൊടുത്തത് ഞാൻ ഇന്നെ തന്നെയാണ്. അത് തെളിവിൽ വിശ്വസിച്ചിട്ട് ഉടമ്പടി എടുത്ത് ഒരുപാട് വിഷമങ്ങളില്ല കൂട്ടുകാരിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഉടമ്പടി അവരെടുത്തു. ഇനി അവർക്കും നല്ല അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ അടുത്ത് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട്. ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്ത് ഇത് വന്നാലും ബൈബിൾ കണ്ണടച്ച് ബൈബിൾ തുറന്നു നോക്കും. അപ്പോൾ കിട്ടുന്ന വചനം ഞാൻ വായിച്ചുമ്പോൾ എനിക്കതിൽ ഒരുപാട് വിശ്വാസമാണ്. അതിൽ ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ മാതാവിൻ്റെ ഒരു ലോക്കറ്റ് തന്നായിരുന്നു. അതിൻ്റെ കയ്യിൽ കൂടെ തന്നെ ഇപ്പോൾ 1.5 വർഷമായി. ഈ 1.5 വർഷമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഞാനത് വെച്ചിട്ടില്ല. എൻ്റെ ഫോണിൻ്റെ കവറിൻ്റെ ഉള്ളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിൽ എനിക്ക് വിശ്വാസമാണ്. എന്ത് വിഷമം വരുമ്പോഴും അത് കയ്യിൽ വെച്ചിട്ടാണ് മാതാവേ എന്നെ കൈവിടല്ലേ എന്ന് ഞാൻ പറയല്. എനിക്ക് അത്ര നിങ്ങളടുത്ത് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. എനിക്ക് ഉടമ്പടി പുതുക്കാൻ ഇന്ന് അയക്കണം. എന്നാലും ഉടമ്പടി പുതുക്കാൻ നിന്നാൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉടമ്പടി പുതുക്കാതെ ഞാൻ സാക്ഷ്യം പറഞ്ഞ. അത്ര എനിക്ക് സന്തോഷമാണ്. അതിന് അനുഗ്രഹം തന്ന മാതാവിനോട് ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയണം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സെറിൻ സാറാ ബാബു. ഞാൻ എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എനിക്കിവിടുന്ന് കൃപാസന മാതാവും ദേവകുമാരനും തന്ന അനുഗ്രഹങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ വന്നിരിക്കുന്നത്. ഞാൻ ജർമ്മനിക്ക് നാളെ പോകുകയാണ്. എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല, വളരെയധികം സന്തോഷവും കാര്യങ്ങളുമായിട്ടാണ് ഞാനിപ്പോൾ ഇന്നിവിടെ നിൽക്കുന്നത്. 2022 മാർച്ചിലാണ് ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ അതിനകത്ത് ഞാൻ ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതിയായിരുന്നു. അപ്പോൾ അതിനുള്ള പൈസയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ ഫാദറിനോട് പറഞ്ഞു, അപ്പോൾ എനിക്കിങ്ങനെ ജർമ്മനിക്ക് പഠിക്കാൻ വേണ്ടി പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. എനിക്ക് പപ്പ പൈസ തന്നു. ഞാൻ അങ്ങനെ ജർമ്മൻ പഠിക്കാൻ വേണ്ടി പോയി. ഫസ്റ്റ് വട്ടം ഞാൻ എക്സാം എഴുതി, എനിക്ക് ഒന്നും കിട്ടിയില്ല. ഞാൻ രണ്ടാമത് വന്ന് ഇവിടെ അച്ഛനെ വന്ന് കണ്ട് ഞാൻ പ്രാർത്ഥനയോടുകൂടി തന്നെ ഞാൻ എക്സാം എഴുതി. എനിക്ക് ഒരു മൊഡ്യൂൾ കിട്ടി. അമ്മ മാതാവ് അനുഗ്രഹിച്ചു.
രണ്ടാമതും ഇതുപോലെ തന്നെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്ത് എഴുതിയപ്പോൾ വീണ്ടും അച്ഛനെ വന്ന് ഞാൻ കണ്ട് അനുഗ്രഹം മേടിച്ച് ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് മാതാവ് അടുത്ത പേപ്പറുകളെല്ലാം നൽകി അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തു. വിസയ്ക്ക് വേണ്ടി കൊടുത്തപ്പോൾ ഞാൻ ലാസ്റ്റ് എക്സാം എഴുതിയതിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് റിജക്ഷനാണ്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ വിസയ്ക്ക് ഡേറ്റ് എടുത്ത് കൊടുത്തു. അപ്പം ഞാൻ അവിടെ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛനോട് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ ടാറ്റ ബൈ ബൈ നീ പൊക്കോന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം അച്ഛൻ പറഞ്ഞല്ലോ എന്നോട് പൊക്കോളാനായിട്ട്. അപ്പം തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് വിസ കിട്ടുമെന്ന്. അങ്ങനെ എനിക്ക് വിസ കിട്ടി. ഞാനപ്പോൾ 4-ാം തീയതി ജർമ്മനിക്ക് ഞാൻ പോവുകയാണ്. പിന്നെ പിന്നെ അതുകൂടാണ്ട് ഞാൻ ഡ്യൂട്ടി ടൈമിങ്ങിൽ കിടന്നുറങ്ങുമായിരുന്നു. ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റിംഗ് ടൈം ഉണ്ട്. അപ്പം ഞാൻ നേഴ്സാണ്. അപ്പം ഞാൻ ഡ്യൂട്ടി ടൈമിൽ കിടന്നുറങ്ങുമായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് എന്നെ പാസ്പോർട്ട് ഓഫീസിൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കുവാണ്, നിങ്ങളുടെ പാസ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് മേടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കണത് എൻ്റെ റിജക്ഷൻ്റെ പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കണത്. അപ്പം പെട്ടെന്ന് ഒരു മാതാവ് ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വന്ന് നിന്നിട്ട് ആ പാസ്പോർട്ട് തുറന്നിട്ട് ദേ നിനക്ക് വിസ അടിച്ച് കിട്ടിയേക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ സ്വപ്നം കാണുന്നത്. പിന്നെ അതുകൂടാണ്ട് ഞാൻ ഉടമ്പടിയിൽ 6ാമതായിട്ട് എൻ്റെ കുട്ടിക്ക് ജനിച്ചപ്പോൾ മുതൽ സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് 6-7 ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും ആ സ്കിൻ പ്രോബ്ലം മാറിയില്ലായിരുന്നു. ഇവിടുന്ന് കിട്ടിയ തൈലം ഞാൻ കൊണ്ടുപോയി എൻ്റെ കുട്ടിയുടെ ദേഹത്ത് ഞാൻ എന്നും വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പറ്റുമായിരുന്നു. അതുമൂലം എൻ്റെ കൊച്ചിന് രോഗസൗഖ്യം ലഭിച്ചു. അതുകൂടാണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ ദുബായിലായിരുന്നു. വിസിറ്റിംഗ് വിസയ്ക്കാണ് പോയത്. വിസിറ്റിംഗ് വിസ തീരാൻ എങ്ങാണ്ട് 2 ആഴ്ച ഉള്ളപ്പോൾ എങ്ങാണ്ട് വീട്ടിലിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു വിസിറ്റിംഗ് വിസ തീരാറായി, ഇനി പുതുക്കി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ മെയ് 15-ാം തീയതിക്ക് മുമ്പായിട്ട് ചേട്ടായിക്ക് ഒരു ജോലി കിട്ടും. മെയ് 13-ാം തീയതി ചേട്ടായിക്ക് ഒരു ജോലി കിട്ടി. അതായത് വിസിറ്റിംഗ് വിസയുടെ ഡേറ്റ് പുതുക്കണതിന് 3 ദിവസം മുമ്പ് തന്നെ ചേട്ടായിക്ക് അവിടെ ജോലി കിട്ടി ദുബായിൽ. അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1 കോടി നന്ദി പറയുന്നു ഞാൻ ഈ നിമിഷം. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് പത്രം മേടിച്ച് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ അതുകൂടാണ്ട് ജർമ്മൻ ലാംഗ്വേജാണ് ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിലെ പിള്ളേർക്ക് ജർമ്മൻ്റെ പത്രം മേടിച്ച് കൊടുക്കും. ഞാൻ ഹിന്ദി പത്രം മേടിച്ച് ഞങ്ങളുടെ അവിടെയുള്ള ഭായിമാർക്ക് കൊടുക്കും. മലയാളം പത്രം മേടിച്ച് ഞാൻ അവിടെയുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം ഞാൻ കൊടുക്കും. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോയി ഞാൻ ശുശ്രൂഷ ചെയ്യാറുണ്ട്. പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹബക്കുക്കിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ജനതകളോട് നിങ്ങൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവർത്തികൾ നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്യാൻ പോകുന്നുവെന്ന് തിരുവചനം അരുളി ചെയ്യുന്നു. തനിക്ക് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എനിക്കും അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് സാലി ജോസഫ്. ഇത് എൻ്റെ മകൻ ജിന്നികെ ജോസഫ്. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ വിളക്കന്നൂർ ഇടവകയിൽ നിന്ന് വരുന്നു. 2019 ജൂൺ 27-ാം തീയതിയാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്. വരാനുണ്ടായ സാഹചര്യം, ഞാൻ ഒരു സംഘടനയുടെ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ നിന്നൊരു കൃപാസനം പത്രം കിട്ടി. കണ്ണൂർ ജില്ല ആയതിനാൽ ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട്, അന്ന് അധികം ബസ്സൊന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. എനിക്കൊരുപാട് ആഗ്രഹം തോന്നി ഇവിടെ വരണമെന്നും അമ്മയെ കാണണമെന്നും. ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് അത്ര വ്യക്തമായ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മയുടെ അടുത്ത് വന്ന് അമ്മേനെ കാണണം, അനുഗ്രഹം വാങ്ങണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ അന്ന് മുതൽ തുടങ്ങി. അപ്പോൾ മുതൽ ഞാൻ ശാലോമിലും ഗുഡ്നസ്സിലും അച്ഛൻ്റെ ധ്യാനം കൃത്യമായി കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തികച്ച അപ്രതീക്ഷിതമായി 3-ാമത്തെ ആഴ്ച എൻ്റെ നാത്തൂൻ ചേച്ചി എന്നെ വിളിക്കുന്നു. ചേച്ചി അങ്ങനെ ദൂരസ്ഥലങ്ങളിലേക്കൊന്നും ധ്യാനത്തിന് പോകുന്ന ആളല്ല. ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു, സാലി ഞങ്ങൾ നാളെ കൃപാസനത്തിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉടൻ തന്നെ ഞാൻ വരുന്നുണ്ടെന്നുള്ള മറുപടിയും നൽകി. പിറ്റേ ദിവസം ഞാൻ അവരോടൊപ്പം ഇവിടെ എത്തുകയാണുണ്ടായത്. ഇവിടേക്ക് വന്നതെന്ന് വെച്ചാൽ എനിക്ക് ചിക്കൻ ഗുനിയ വന്നതിന് ശേഷം ഏകദേശം 8 വർഷത്തോളമായി ശരീരം മുഴുവൻ വേദനയും നീർക്കെട്ടും
യാത്ര ചെയ്യാനോ ഒരു ഭക്ഷണം കഴിക്കാനോ ഒന്നും ആവാത്ത അവസ്ഥയിലായിരുന്നു. അലോപ്പതി, ആയുർവേദം, ഹോമിയോ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും എടുത്തു. പക്ഷേ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ശങ്കിനകത്ത് എന്തോ വെട്ടുകല്ല് കയറ്റി വെച്ചേക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഒരിക്കലും ഒന്ന് സ്വസ്ഥമായിട്ട് കിടക്കാനോ ഒന്ന് പള്ളിയിൽ പോയി ഒന്ന് മുട്ടുകുത്തി നിൽക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരികെ ചെന്ന് പിറ്റേ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശുദ്ധ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് തിരി ഊതിയ സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്നും ഇരുമ്പ് കവചം പോലെ എന്തോ ഒന്ന് താഴേക്ക് ഊർന്ന് വീഴുന്ന ഒരനുഭവം എനിക്കുണ്ടായി. അതോടൊപ്പം മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു. പക്ഷേ അന്ന് എനിക്കത് മനസ്സിലായില്ല അമ്മയുടെ സാന്നിധ്യമാണെന്ന്. അതോടുകൂടി എൻ്റെ അസുഖം തീർത്തും മാറി. ഇന്നീ നിമിഷം വരെ എനിക്കതിനു വേണ്ടി ഒരു മരുന്ന് കഴിക്കേണ്ടതായി വന്നിട്ടില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ എൻ്റെ മക്കളോ എൻ്റെ ഭർത്താവോ എൻ്റെ പുറത്ത് ഇടിച്ചിട്ടാണ് ഞാൻ ശ്വാസം ഒന്ന് നേരെ വിട്ടുകൊണ്ടിരുന്നത്. ഇന്നെനിക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം, എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. ഒരിക്കൽ മാത്രം വരാൻ ആഗ്രഹിച്ച ഞാൻ ഇന്നിത് 13ാമത്തെ തവണയാണ് ഇവിടെ ഇപ്പോൾ എത്തുന്നത്. 2 തവണ 2022-ലും 2023-ലും അർത്തുങ്കൽ വരെ ജപമാല റാലിയിൽ മുഴുവൻ സമയവും പങ്കെടുക്കുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അമ്മയ്ക്ക് 1000 നന്ദി. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, ഞങ്ങളുടെ ഭവനം പണി തേപ്പ് കഴിഞ്ഞിട്ട് 4 വർഷത്തോളമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 6 മാസം കൊണ്ട് ഭവനം പണി പൂർത്തിയാകുകയും എല്ലാ പണികളും തീർക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ രണ്ടാമത്തെ മോൻ നേഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടി. അവന് വിദ്യാഭ്യാസ ലോണിന് വെച്ചിരുന്നു. 1 വർഷത്തോളം ബാങ്കിൽ കയറി ഇറങ്ങി. പലവിധ കടലാസുകൾ ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ കടലാസുകൾ അവർ ആവശ്യപ്പെട്ടു. പക്ഷേ സാങ്ഷനായില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി ലോക്കറ്റ് കയ്യിൽ പിടിച്ച് പ്രാർത്ഥനയോടുകൂടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോടുകൂടി പോയപ്പോൾ ഒരാഴ്ച കൊണ്ട് ലോൺ പാസ്സായി കിട്ടി. മോനിപ്പോൾ 4ാം വർഷം പഠിക്കുന്നു. 5ാമത്തെ നിയോഗ ഉടമ്പടി പുതുക്കിയതിന് ശേഷമുള്ളതാണ്. എൻ്റെ മൂത്ത മോനാണിത്. ഇവൻ മസ്കറ്റിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുകയായിരുന്നു. ഇവന് 10 വർഷമായിട്ടൊരു പെൺകൊച്ചിനെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ കല്യാണം അങ്ങോട്ട് തീരുമാനിക്കാനാവുന്നില്ല. എന്തോ ഒരു തടസ്സം, എന്താ കാരണമെന്നറിയില്ല, കല്യാണത്തിലേക്ക് അടുക്കുന്നില്ല. അവസാനം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചതിൻ്റെ 90ാമത്തെ ദിവസം കല്യാണം 2023 ജൂൺ 17-ന് പൂർവാധികം ഭംഗിയോടെ നടത്തുവാൻ സാധിച്ചു. അടുത്തത് നിയോഗത്തിൽ വെക്കാത്ത സാക്ഷ്യമാണ്. എൻ്റെ മോന് മസ്കറ്റിലായിരുന്ന സമയത്ത് അവൻ്റെ ഭാര്യ കാനഡയിലേക്ക് പോകുന്നതിന് വേണ്ടി എല്ലാ പേപ്പറുകളും ശരിയാകുകയും ഡിസംബർ 19-ാം തീയതി ടിക്കറ്റ് ആകുകയും ചെയ്തു. അവൾക്ക് വിൻ്ററിൽ ഇടാനുള്ള ഡ്രസ്സ് വാങ്ങുന്നതിന് വേണ്ടി എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞു. മോൻ ഡിസംബർ 12-ാം തീയതി മസ്കറ്റിൽ നിന്നും എറണാകുളത്തെത്തുന്നു. അപ്പോൾ അവൻ അവിടുന്ന് പോരുന്നതിന് 2 ദിവസം മുമ്പ് ഷോൾഡർ കൂട്ടി അവന് വലതുവശത്തെ കൈക്ക് വേദനയും തരിപ്പും ഉണ്ടായിരുന്നു. അത് അവിടെ കാണിച്ച് മരുന്ന് വാങ്ങി ഫ്ലൈറ്റിലിരിക്കുമ്പോൾ തന്നെ ശക്തമായ വേദന വരികയും ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കൈ അനക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് വരികയും കൈക്ക് മരവിപ്പും ശക്തമായ വേദന അനുഭവപ്പെടുകയും ചെയ്തതിൻ്റെ പേരിൽ എറണാകുളം ലെസേഫ് ഹോസ്പിറ്റലിൽ പോയി അവർ 2 പേരും കൂടെ പോയി കാണിച്ചു. അപ്പോൾ അവിടെ ന്യൂറോ സർജനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ 22-ാം തീയതിയിലേക്ക് സർജറി ഫിക്സ് ചെയ്തു. MRI എടുത്തു, അനസ്തേഷ്യ കാണിച്ചു, എല്ലാ ടെസ്റ്റുകളും ചെയ്തു. ഇനി തിരിച്ചു പോകാൻ പറ്റില്ല, കൈക്കും കാലിനും മരവിപ്പുണ്ടാകും, അതുകൊണ്ട് തളർന്നു പോകും, സർജറി ഉടനെ ചെയ്യണം. 22-ാം തീയതി ഫിക്സ്. മോൾ 19-ാം തീയതിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു വല്ലാത്ത ഒരവസ്ഥയിൽ വീണ്ടും അവരവിടുന്ന് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ പോയി. അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറും അത് തന്നെ സജസ്റ്റ് ചെയ്തു, സർജറി തന്നെ വേണമെന്ന്. അപ്പോൾ മോള് ഇവിടെ ഉടമ്പടി എടുത്ത കുട്ടിയാണ്. കൃപാസനത്തിൽ വരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അവർ കൃപാസനത്തിൽ വരാൻ വേണ്ടി അവിടെ ഇരിക്കുകയും യൂബർ ടാക്സി വിളിച്ച് ആദ്യത്തെ ടാക്സിക്കാരൻ വന്നില്ല. 2ാമത്തെ ടാക്സിക്കാരൻ ഒരു ഹിന്ദു സഹോദരനായിരുന്നു. പുള്ളി വന്ന് ഇവർ ടാക്സിയിൽ കയറി കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഇവൻ്റെ കഴുത്തിൽ കോളറും ഉണ്ടായിരുന്നു. എന്താ വിഷമം മക്കളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിള്ളേർ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഏതായാലും നീ ഇത്രയും പൈസയൊക്കെ ചിലവാക്കിയില്ലേ, എന്നാൽ ഞാനൊരു ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോയി. പിന്നെ അവിടെ ചെന്ന് ഡോക്ടർ പിന്നെ നോക്കിയതിന് ശേഷം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ സർജറിയുടെ ആവശ്യമില്ല,
പിന്നെ എക്സർസൈസ് ചെയ്യുകയും റെസ്റ്റ് എടുക്കുകയും ചെയ്തേച്ചാൽ മതി. ഈ സമയം മുഴുവൻ 2 ദിവസത്തോളം ഞാൻ വീട്ടിൽ ഭക്ഷണം കഴിക്കാതെ മാതാവിൻ്റെ മുൻപിൽ തിരി കത്തിച്ച് വെച്ച് നിരന്തരമായ പ്രാർത്ഥനയിലും എൻ്റെ കുഞ്ഞിനെ ദേഹത്ത് കത്തിവെക്കാൻ ഇടവരുത്തരുത് മാതാവേ, എനിക്ക് അതിനു വേണ്ടി ഫലം തന്നാലും എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് കത്തിവെക്കാൻ ഇടവരുത്തരുത് എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും സർജറി ഒഴിവാക്കി തന്നാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേരുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞിൻ്റെ സർജറി ഒഴിവായി കിട്ടുകയും തിരിച്ചു വന്ന് ഞങ്ങൾ കണ്ണൂർ മിംസിൽ കാണിച്ചപ്പോൾ അവിടെ നിന്നും ഡോക്ടർ ഇതാണ് പറഞ്ഞത്, റെസ്റ്റ് എടുത്താൽ മതി, സർജറിയുടെ ആവശ്യമില്ല. ഇപ്പോൾ അവളെ കൈ പൂർണ്ണമായും സുഖമാവുകയും ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു. അടുത്തത് അവന് കാനഡ വിസയ്ക്ക് വെച്ചിരുന്നു. കാനഡയിലെ നിയമങ്ങൾ മാറുന്ന സാഹചര്യത്തിൽ റിജക്ഷൻ ഒരുപാട് വരുന്നതിൻ്റെ പേരിൽ റിജക്ഷൻ ഇല്ലാതെ വിസ അനുവദിച്ച് കിട്ടിയാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ കുഞ്ഞിന് വിസ വന്നു. അടുത്ത വെള്ളിയാഴ്ച അവൻ കാനഡയിലേക്ക് പോവുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത് പിന്നെ കരുണാലയം, ഞങ്ങളുടെ അടുത്ത് കരുണാലയം ഉണ്ട്, അവിടെ പോയി അന്തേവാസികളുടെ തുണികളെല്ലാം നൽകി കൊടുക്കും. പിന്നെ രോഗികളായ മക്കളെ വീട്ടിൽ പോയി കാണുകയും അവർക്ക് ആവശ്യമായ സഹായം ചെയ്യുകയും ചെയ്യും. പിന്നെ ഞങ്ങളുടെ ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പേർ ഇവിടെ വരികയും ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടി ക്യാൻസർ പേഷ്യൻസിന് വീടുകളിൽ സഹായം എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ തയ്യലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന പീസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ആവശ്യമായവർക്ക് തയ്ച്ചു കൊടുക്കുകയും മറ്റുള്ള ആൾക്കാർ എനിക്ക് നല്ല വസ്ത്രങ്ങൾ തരികയും അത് അർഹരായവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പേപ്പറും അടുത്തുള്ള വീടുകളിലും പള്ളിയിലും ഹോസ്പിറ്റലിലും ഓട്ടോച്ചേട്ടന്മാർക്കുമൊക്കെ കൊടുക്കുന്നു. അച്ഛൻ്റെ ആരാധനയും സാക്ഷ്യങ്ങളും